വിവാദങ്ങൾക്ക് പിന്നാലെ ഇ.പി. ജയരാജനെ ഉന്നമിടുന്നു CPIM സൈബർ ഗ്രൂപ്പുകൾ. പി ജയരാജനെ വാഴ്ത്തിയും ഇ.പി. ജയരാജനെ വിമർശിച്ചും റെഡ് ആർമി കുറിപ്പ് പങ്കുവച്ചു. കച്ചവട താൽപര്യം തലയ്ക്ക് പിടിച്ചവർക്കിടയിൽ ഒന്നും നേടാത്ത ചിലരുണ്ട് എന്നാണ് കുറിപ്പ്. പി ജയരാജന്റെ ചിത്രം സഹിതമാണ് പഴയ PJ ആർമിയുടെ പോസ്റ്റ്. പോരാളി ഷാജി അടക്കമുള്ള സൈബർ പേജുകളിലും ഇ.പിക്കെതിരെ വിമർശന പോസ്റ്റുകൾ സജീവമാണ്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ.പി. ജയരാജൻ ഇതുവരെ പൊതുസമൂഹത്തോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പോലും പറയുന്നത്. ഒറ്റ MLA-മാർ പോലും ഇല്ലാത്ത സംഘപരിവാർ കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ഇ.പി. ജയരാജൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ പോകാറില്ലാത്ത എൻ്റെ മകൻ്റെ വീട്ടിൽ ആ ദിവസം തന്നെ പ്രകാശ് ജാവ്ദേക്കർ എത്താനുള്ള കാരണം എന്താണ്? ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ആ വിവരത്തെപ്പറ്റി ഇതുവരെ കേരളീയ പൊതുസമൂഹത്തോട് ഇ.പി. ജയരാജൻ പറയാതിരുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞാനും പ്രകാശ് ജാവ്ദേക്കറെ നിരവധി തവണ കണ്ടിട്ടുണ്ടെന്നാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏത് കപ്പാസിറ്റിയിലാണ് പ്രകാശ് ജാവ്ദേക്കർ എന്ന BJPയുടെ പ്രഭാരിയെ കണ്ടത്? കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും ആർക്കൈവിലില്ലാത്ത സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ MLA-മാർ പോലും ഇല്ലാതെ സംഘപരിവാറും BJPയും കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.